ഹായ്, മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് സ്വയംവര പന്തലിൻ്റെ ഒരു ഭാഗം നോക്കാം കേട്ടോ. അടുത്ത് തന്നെ വരുന്ന ഭാഗമാണ്. അതായത് നന്ദിനി സൂര്യയുടെ കള്ളത്തരം പൂക്കണം കേട്ടോ. കൈന് കുഴപ്പമൊന്നുമില്ല എന്നുള്ള കള്ളത്തരം പൂക്കണം. അപ്പോൾ ഈ കുടിയും ബഹളമൊക്കെ കഴിഞ്ഞതിന് ശേഷം സൂര്യ റൂമിൽ പോയിട്ട് കുപ്പിയെടുത്തിട്ട് സാധാരണ പൊട്ടിക്കണ പോലെ രണ്ടടിയൊക്കെ ഒഴിച്ചിങ്ങനെ പൊട്ടിക്കാൻ നോക്കണം കേട്ടോ. ആ സമയത്ത് നന്ദിനി വരുന്നതെന്ന് കണ്ടപ്പോൾ വേഗം കൈ മാറ്റിയിട്ട് ഈ മറ്റേ കൈ എടുത്തിട്ട് ഇങ്ങനെ തുറക്കാനായിട്ട് നോക്കണം കേട്ടോ. എന്നിട്ട് പറയണ്ടേ, എന്തൊരു കഷ്ടം, അത് ഒരു കുപ്പി പോലും തുറക്കാൻ പറ്റണില്ല. വേദന എന്താ പോകാത്തേണാവോ, ഇത്രയും വേദനയാണ് ഇവനെ കുടിക്കാൻ നോക്കണോ നോക്കിയിട്ട് കേട്ടോ. അത് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നന്ദിനി ഇങ്ങനെ നോക്കി കാണി. അപ്പോൾ എന്താ നന്ദിനി ഇങ്ങനെ നോക്കണേ, നീ നോക്കുമ്പോൾ ഞാൻ എന്തോ വലിയ തെറ്റിയത പോലെ എനിക്ക് തോന്നണേന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാറ് തെറ്റൊന്നും ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്ത് തെറ്റിയതു എന്ന് പറയുന്നുണ്ട്. ആരാ പറഞ്ഞ ഞാൻ തെറ്റിയതു എന്ന് പറയുന്നുണ്ട്. പിന്നെ കുടിക്കണതിനെ കുറിച്ചിട്ട് ഒരു 100 ന്യായങ്ങളും പറയുന്നുണ്ട് കേട്ടോ. ഇതേപോലെ കുടിയന്മാരുള്ളതുകൊണ്ടാണ് ഈ നാട് മുഴുവൻ നല്ല സ്വന്തമായിരിക്കണേ എന്നൊക്കെ പറയണേ കേട്ടോ. നന്ദിനി പറഞ്ഞു, പിന്നെ വെറുതെ ഓരോന്ന് പറയല്ലേ സാറേ, ഓരോരുത്തർ കുടിച്ചിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണേ. നിനക്കത് മാത്രമേ അറിയുള്ളൂ, നിന്റെ കണ്ണിലത് മാത്രമേ കാണുള്ളൂ എന്ന് ഞാൻ പറയട്ടെ. ഇന്നത്തെ കാലത്ത് മനുഷ്യന്മാർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നറിയൂ. പിന്നെ അങ്ങോട്ട് തുടങ്ങി 100 കാര്യം പ്രശ്നങ്ങളുടെ കാര്യം കേട്ടോ. വീട്ടിൽ ഭാര്യയ്ക്ക് പ്രശ്നം, ഓഫീസിലാണെങ്കിൽ അങ്ങനെ പ്രശ്നം, ഒരു 40 വയസ്സ് കഴിഞ്ഞ പിന്നെ ആകെ പ്രശ്നങ്ങളാണ്. അങ്ങനെ ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ നാട് മുഴുവൻ ആകെ പ്രശ്നങ്ങളായിരിക്കും. എന്നാൽ അത്രയും സ്ട്രെസ്സുള്ള ഒരാൾ ചെറുതായിട്ട് ഒരു ക്വാർട്ടർ കഴിച്ച് കിടന്നുറങ്ങുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ നമ്മളൊരു നാട് സമാധാനമായിട്ടിരിക്കുള്ളൂ. അപ്പോൾ ഒരു വീട് സമാധാനം ഉണ്ടാവും. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള കുടിയന്മാർക്ക് സമാധാനമായിട്ട് കുടിച്ച് കിടന്നുറങ്ങാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ എക്സ്ക്യൂസുകൾ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. അപ്പം നന്ദിനി ഇങ്ങനെ നോക്കി, അയ്യോ എത്ര തത്വങ്ങളാണ് സാറ് വിളിച്ച് പറയണേ കുടിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് മാത്രമേ കണ്ടുള്ളൂ. എത്ര ആൾക്കാരെന്നറിയാം കുടിച്ച് നടുത്തെരുവിൽ വന്നിരിക്കണത്. എത്ര കുടുംബങ്ങളാണെന്നറിയാം ഇതുകൊണ്ട് തകർന്നിരിക്കണേ. എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ നോക്കണം. അല്ലാണ്ട് കുടിച്ച് നടന്നാൽ ശരിയാവോ ചോദിക്കണ്ട കേട്ടോ നന്ദിനി. സാറിന് കുടിക്കണം, അതിന് വേണ്ടിയിട്ട് ഓരോരോ തത്വങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, കൂൾ ഡൗൺ നന്ദിനി, കൂൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മെല്ലെ കയ്യിലെ കുപ്പിയും കൊണ്ട് വന്നിട്ട് നന്ദിൻ്റെ അടുത്ത് വന്ന് ചോദിക്കണം കേട്ടോ. നന്ദിനി ഇതൊന്ന് തുറന്നു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നന്ദിനി ഒന്നും മിണ്ടാതെ മുഖത്തേക്ക് കുറച്ച് നേരം തുറിച്ച് നോക്കി. അത് കഴിഞ്ഞിട്ട് അവിടെ പായിട്ടിട്ട് അവിടെ ഇരുന്നു കേട്ടോ, പായലിരുന്നു. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, വന്ന് എനിക്ക് വീട്ടിൽ ഒരു വിലയില്ലാണ്ട് ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് തിരിച്ചങ്ങോട്ട് പോയിട്ടോ. ആ സമയത്ത് നമ്മുടെ വിവേക് വിളിക്കുകയാണ് കേട്ടോ. വിവേക് എടുത്തിട്ട് എൻ്റെ ഫോൺ എടുത്തിട്ട് പറയുന്നത്, നീ മാത്രമാണ് എന്നെ എല്ലാ സമയത്തും ഓർക്കണതുള്ളൂ ഇവിടെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വർത്താനം പറഞ്ഞ് വീണ്ടും കൂടെ കാര്യം കുറച്ച് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട് കേട്ടോ, ഏതോ ഒരു നമ്പർ ചോദിച്ചിട്ടുണ്ട്, മുരളിയുടെയോ അങ്ങോട്ട് ഇവരുടെ കൂടെ പഠിച്ചിരുന്ന ആളുടെ ആരുടെയോ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എവിടെ നിന്ന് അങ്ങനെ എങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അത് കിട്ടി, അത് ഷെയർ ചെയ്യാനപ്പം ഞാൻ വിളിച്ചേ, എഴുതിയെടുത്തോ ഞാൻ പറയാമെന്ന് പറയും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് സൂര്യ കൈയിൻ്റെ കാര്യമൊക്കെ മറക്കണേ. അത് കഴിഞ്ഞിട്ട് കുപ്പിയൊക്കെ അവിടെ വെച്ച് വേഗം ആകിട്ടോ തുറക്കണോ എല്ലായിടത്തും തപ്പണോ. ഈ വയ്യാത്ത കൈ കൊണ്ടാണ് കേട്ടോ, വയ്യാന്ന് അടിക്കണ കൈ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യണത്. എന്നിട്ട് വേഗം തുറക്കാം. അപ്പോൾ നന്ദിനി ഇതൊക്കെ നോക്കിയിരിക്കണം കേട്ടോ. ഈ കൈ കൊണ്ടല്ലേ ഇപ്പോൾ ഇതൊക്കെ ചെയ്യണേന്ന് വെച്ചിട്ട് ഈ കൈൻ്റെ മുകളിലേക്ക് മാത്രം നോക്കിയിരിക്കണം നന്ദിനി കേട്ടോ. അങ്ങനെ ഡ്രോ തുറന്നു, പേന എടുക്കണു, പേപ്പർ എടുക്കണു. എന്നിട്ട് വിവേക് പറയുന്ന നമ്പർ ചടപടേന്ന് എഴുതിയെടുക്കണം കേട്ടോ. അതിനപ്പം നന്ദിനി ഇതെന്തത്, ഈ കൈ കൊണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചിട്ട് നന്ദിനി നോക്കിയിരിക്കുക. സൂര്യ ഇത് പെട്ടെന്ന് ഓർത്തിട്ടില്ല കേട്ടോ. അപ്പം നന്ദിനി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. സന്തോഷത്തോടെ നന്ദിൻ്റെ അടുത്ത് വന്നിരിക്കണ്ടേ. എന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, അതേ കൂടെ പഠിച്ചിരുന്ന ഒരുത്തൻ്റെ നമ്പർ തപ്പി നടക്കുകയായിരുന്നു, അത് കിട്ടി, ആ സന്തോഷത്തിലാന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്താ നോക്കിക്കൊണ്ടിരിക്കണേന്ന് നോക്കിയിട്ട്. അപ്പോൾ ഈ കൈ കൊണ്ട് തന്നെ ഫോണും പിടിച്ചിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ട് പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ശരി, പക്ഷേ സാറ് നന്നായി എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ കയ്യിന് കുഴപ്പമൊന്നുമില്ലല്ലേ, ഒക്കെ മാറിയ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. അത് പറഞ്ഞപ്പോഴേ പെട്ടെന്ന് സൂര്യക്ക് കത്തിയത്. അപ്പോൾ കയ്യിൽ നിന്ന് പെട്ടെന്ന് ഫോൺ വീഴാൻ പോയിട്ടോ. മുന്നേ പേന പിടിക്കാനൊക്കെ ഭയങ്കര കഷ്ടമായിരുന്നല്ലോ സാറിന്, ഇപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് എഴുതുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ സാറിനെ അങ്ങോട്ട് ഒപ്പിടാലോ. അപ്പോഴാണ് പെട്ടെന്ന് മനസ്സിലായതിട്ട്. അപ്പോഴേക്കും വേദന അഭിനയിച്ചു തുടങ്ങിയിട്ട് കയ്യോ മറ്റേ കൈ കൊണ്ട് പൊത്തി പിടിച്ചു. അയ്യോ നല്ല വേദനയുണ്ട് കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതേ കുറേ നാളായിട്ട് അവൻ്റെ ഒരു വിവരമില്ലായിരുന്നു, എവിടെയെന്ന് അറിഞ്ഞില്ല. അത് പെട്ടെന്ന് ആ നമ്പറും അവൻ്റെ വിവരങ്ങളും കിട്ടിയപ്പോൾ ആ ഒരു തിരക്കിൽ അങ്ങോട്ട് ഇൻട്രസ്റ്റിൽ അങ്ങോട്ട് എഴുതി പോയതാ. പക്ഷേ എഴുതി കഴിഞ്ഞപ്പോഴാണ് നന്ദിനി മനസ്സിലായത്, എന്തൊരു വേദനയാന്ന് പറയുന്നുണ്ട് കേട്ടോ. അതൊന്നല്ല സാറിന് ഒരസുഖവും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്താ അങ്ങനെ പറയണേന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ഇത്രയും നമ്പർ ഈസി ആയിട്ട് എഴുതിയായിരുന്നല്ലോ, അപ്പോൾ പിന്നെ ഒരു സൈൻ ചെയ്യാൻ എന്താ അത്ര ബുദ്ധിമുട്ടുണ്ടോ? അത് നന്ദിനി എന്നൊക്കെ പറഞ്ഞിട്ട് നീട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്ദിനി ഇങ്ങനെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുക, അങ്ങോട്ട് വരട്ടെ എന്നുള്ളതില്ല കേട്ടോ. സൂര്യയാണെങ്കിൽ ആലോചിക്കുക എന്താ പറയാന്നുള്ളത്. നമ്പർ ഇങ്ങനെ ചെറുതായിട്ടല്ലേ എഴുതുന്നുണ്ടോ, ചെറുതല്ലേ, അത് പറഞ്ഞ സൈൻ ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ട് ഇങ്ങനെ പറയണ്ട കേട്ടോ. ഇങ്ങനെ വലുതാക്കി ഇടുകയെന്ന് വെച്ചോ. പക്ഷേ അത് ഭയങ്കര വേദനയാണ് നന്ദിനി, നല്ല വേദനയാകുന്നു. എന്നിട്ട് കൈ ഇങ്ങനെ മറ്റേ കൈ കൊണ്ട് പിടിച്ചിട്ട് ഭയങ്കര അഭിനയാണ് കേട്ടോ. അതെങ്ങനെയാണ് സാർ, വെറുതെ നോണ പറയണ്ട. അല്ല നന്ദിനി, അമ്മയാണ് സത്യം, മദർ പ്രോമിസ് എന്ന് പറഞ്ഞിട്ട് തലയിൽ കൈ വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദിനി പറയും, നിങ്ങൾ സാറ് വെറുതെ സത്യം പറയാന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കും. പക്ഷെ അമ്മയെ വിളിച്ച് സാർ സത്യം പറയുകയാണെങ്കിൽ അത് എന്തായാലും നുണയായിരിക്കും. ഒന്ന് പോകുന്നു നന്ദിനി, നീ എന്നെ എല്ലാ കാര്യത്തിനും ഇങ്ങനെ സംശയിച്ചാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ, കണ്ടോ കയ്യിൽ നിന്ന് വേദനിച്ചിട്ട് വയ്യ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എത്ര വേദന എനിക്കല്ലേ അറിയൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഈ നമ്പറൊക്കെ എഴുതിയത് പോട്ടെ, ഇനിയിപ്പോൾ അഥവാ ഞാൻ എന്തെങ്കിലും സൈൻ ചെയ്തിട്ട് അത് എങ്ങാനും വല്ല മിസ്റ്റേക്കാ ചേഞ്ച് എന്തെങ്കിലും വരികയാണെങ്കിൽ ബാങ്കിൽ നിന്ന് ചെക്ക് റിട്ടേൺ ആവില്ലേ, പിന്നെ കമ്പനിക്ക് കുടുംബത്തിനൊക്കെ മാനക്കേടാവില്ലേ. അതിൻ്റെ ഇടയ്ക്ക് കയ്യെ വേദനയായിട്ട് അഭിനയിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
സാറ് കഷ്ടപ്പെടണ്ട, ശരിക്കും നല്ല വേദന ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ, നല്ല വേദനയുണ്ട്, നീ വിശ്വസിക്കില്ലെങ്കിൽ വേണ്ട, എൻ്റെ വേദനയല്ലേ, ഞാൻ സഹിച്ചോളാം, നീ പോ എന്ന് പറയുന്നുണ്ട് പിണങ്ങിയിട്ട്. നന്ദിനി എനിച്ചിട്ട് അടുത്തേക്ക് ചെന്നിരുന്നിട്ട് ആ കൈ എടുത്താന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കൈ അടുത്ത് വെച്ചിട്ട് എന്തുകൊണ്ടോ സാരി ഇങ്ങനെ വായിൽ പിടിച്ചിട്ട് എന്തൊക്കെയോ ചെയ്തിട്ട് ഒപ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണല്ലോ, ഈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണത്, ഇത് എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വേദന കുറയും, അതിനുള്ള ട്രിക്കാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓ എന്ന് പറഞ്ഞിട്ട് താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് ആസ്വദിച്ചിരിക്കുന്നുണ്ട് അവിടെ. പക്ഷേ നന്ദിനിക്ക് മനസ്സിലായി കേട്ടോ, പക്ക കള്ളത്തരാന്ന് മനസ്സിലായി. പിറ്റേ ദിവസം അത് രാജുവേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സാറ് അഭിനയിക്കുകയാണ്, സാറിൻ്റെ കയ്യിനൊരു കുഴപ്പമില്ലെന്ന്. അതെന്തോ ഞാൻ അങ്ങനെ തോന്നണേന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടി കിട്ടിയതൊക്കെ നുണയെന്നാണോ പറയണത്? അടി ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഇപ്പോൾ കയ്യിനൊരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. നന്ദിനിക്ക് സത്യം മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ.